ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത്, ഈ ഒരു ഡ്രാമയുടെ വീഡിയോ ഞാൻ ടെലഗ്രാമിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എപ്പിസോഡ്. അപ്പോൾ ടെലഗ്രാമിന് ബാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു പ്രധാന കാരണമാണ്. രണ്ടാമത് ഞാൻ ഒരു ചെറിയ യാത്രയിലും ഭയങ്കര തിരക്കിലുമായിരുന്നു. അതുകൊണ്ടും ഈ ഒരു കാര്യം കൊണ്ടും എനിക്ക് പറ്റില്ല. ഇനി എപ്പിസോഡ്സ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇട്ടേനെ. പക്ഷെ എപ്പിസോഡ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ കുറച്ച് രീതിക്ക് അത് തപ്പി നോക്കി വേറെ എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതും പറ്റാഞ്ഞുകൊണ്ട് പിന്നെ കൂടുതൽ സ്ട്രെസ് എടുത്തില്ല. അതാണ് സംഭവം. എന്തായാലും ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ വീണ്ടും ഒരു പ്രപ്പോസലൊക്കെ നടത്തി ചായുത്തും റിന്നും ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ആക്ച്വലി ചായുത്ത് റിന്നിനെ പ്രപ്പോസ് ചെയ്തെങ്കിലും റിൻ ആ ടീം കാസയുമായി റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തതെങ്കിലും ആക്ച്വലി ചായുത്തിന്റെ അച്ഛനായിരുന്നു റിന്നുമായിട്ടുള്ള അവന്റെ ഒരു മാരേജ് റിലേഷൻ ഉണ്ടായാലും ബിസിനസ് പരമായി നല്ലതാണെന്ന രീതിക്ക് അവൻ ആ റിലേഷൻഷിപ്പിലേക്ക് മുൻകൈ എടുത്തു വിട്ടത്. എന്തായാലും അച്ഛന് കാസയുടെയും റിന്നിന്റെയും ബന്ധം അറിഞ്ഞിട്ടാണോ അച്ഛൻ അങ്ങനത്തെ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ ചായുത്തിന് എന്തായാലും അറിയാമായിരുന്നു. എങ്കിലും അവൻ അച്ഛൻ പറഞ്ഞതുകൊണ്ട് റിന്നിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജോൺ അവളുടെ ഫ്രണ്ടും ഒരു കൊളീഗുമായ പയ്യന്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കോണിനെ കാണുന്നുണ്ട്. കോൺ ഓൾറെഡി അയാൾ വണ്ടി ഓടിച്ച് വരുമ്പോ ഏതാണ്ട് വണ്ടി ഇടിപ്പിക്കുന്ന കണക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ആ കാറിൽ നിന്ന് മെയ് ദേ പുറത്തേക്ക് ഇറങ്ങുന്നു. ജോൺ മെയ്യെ ഇയാളുടെ കൂടെ കണ്ട് ആകെ ഷോക്കാവുന്നു. ചോദിക്കുമ്പോൾ ഞാനിപ്പോ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ട്, ഈ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവളിങ്ങനെ പറയുന്ന ടീം. പക്ഷെ അതേ കണക്കല്ല ചോണിന് തോന്നുന്നു. എന്തോ ഒരു പന്തികേട് മെയ് ഈ തോണിന്റെ കൂടെ ഈ കാറിലൊക്കെ പോയ കാര്യത്തില് ചോണിന് തോന്നുന്നുണ്ടെങ്കിലും എന്നാലും അപ്പൊ അവൾക്കൊന്നും ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും അന്ന് കച്ച ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ഒരു പ്രൊമോഷന്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. കച്ചയ്ക്ക് ഓൾറെഡി ചോണിനെ കണ്ടു പരിചയമുണ്ടല്ലോ അന്ന്. അതുപോലെ അവനെ കാണാൻ ഈ കാസയുടെ കൂടെ അവൾ പോയപ്പോ അന്ന് മറിഞ്ഞു വീണവും കാര്യങ്ങളൊക്കെ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അവളെ കാണുമ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവൻ വെറുതെ കുശലം പറയുന്നത്. അവിടെ കൊളീഗ്സ് കാണുന്നുണ്ടായിരുന്നു അവളുടെ. ഈ കൊളീഗ്സിന്റെ കൂട്ടത്തിൽ ഓൾറെഡി കാസ ഇവിടെ ജോയിൻ ചെയ്തപ്പോ കാസയുടെ സെക്രട്ടറി ആവാൻ ഈ വോളണ്ടിയർ ആയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അന്ന് കാസ അവളെ തഴഞ്ഞുകൊണ്ട് ചോനെയാണ് സെലക്ട് ചെയ്തത്. അവൾക്കാണെങ്കിൽ ഭയങ്കര കണ്ണുകടിയാണ്. അവളാണെങ്കിൽ റിന്നിന്റെ ഫ്രണ്ടാണ്. ഇവളാണ് ചോനും ചായത്തും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് റിന്നിനെ ഏരിപിരി ഏറ്റുവിടുന്നത്. അവളിപ്പോ ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ അവിടെ ഒരു തക്കം കിട്ടുമ്പോ ചോനെ എല്ലാവരുടെ മുന്നിൽ തട്ടിയിടാൻ നോക്കുന്നു. ചോനൊന്നും മറിഞ്ഞു വീഴുന്നുണ്ടെങ്കിലും കാസയൊക്കെ ഓടി വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാണ്. കൂടാതെ കാസയ്ക്ക് അപ്പോഴേക്കും മനഃപൂർവ്വം ആ ഒരു പെൺകുട്ടി ചോനെ തട്ടിയിട്ടതാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ചോന്റെ പുറകെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നതെന്ന് ചോദിച്ചു. അതിന്റെ കലിപ്പിന് അവളാകട്ടെ ചോനെ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് നെഗറ്റീവ് അടിപ്പിക്കാനായി എന്തെങ്കിലും അവളുടെ പിറകെ പോയി കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ജോലി കഴിഞ്ഞ് പോകുന്ന ചോൻ അന്ന് സ്കൂളിൽ പോയി മകനെ പിക്ക് ചെയ്യുന്നത് അവൾ കാണുന്നത്. ചോനിന് ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നത് ആർക്കും അറിയില്ലായിരുന്നു. അതായത് ചോനൊരു കുഞ്ഞുണ്ടെന്ന കാര്യം. ഓൾറെഡി ഒരു കൊച്ചുണ്ട്, എന്നിട്ടല്ലേ നീ കമ്പനിയിൽ കാസെ വളച്ചെടുക്കാൻ നോക്കുന്നത്, ഓണിച്ചു വരാടി എന്നുള്ള മട്ടില് അവൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഇതൊന്നും അറിയാതെ കുഞ്ഞുമായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ചോൻ പോകുമ്പോ പുറത്തു വെച്ച് അവൾ ചായുത്തിനെ കാണുന്നുണ്ട്. ചായുത്ത് അവളെ കണ്ടില്ല. അവൾ ചായുത്തിനെ കണ്ടപാടെ അവൻ തന്നെ കാണാതിരിക്കാനായി ഒളിച്ചു നിൽക്കുന്നു. ആദ്യം കാസ അത് കണ്ട് അവളുടെ അടുത്തേക്ക് എത്തി സംസാരിക്കുന്നുണ്ട്. അവിടെ ചായുത്തുണ്ട്. അവനെ കാണാതിരിക്കാൻ തന്നെ ഇവൾ മനഃപൂർവ്വം ഒളിച്ചു നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന കാസ, എന്താണ് ശരിക്കും നിന്റെ പ്രശ്നം? നിനക്ക് ചായുത്തിനെ മുന്നേ അറിയാല്ലേ, എന്തിനാ നീ അവനെ കാണുമ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൻ കണ്ടാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് കാസ സംസാരിക്കുന്നുണ്ടെങ്കിലും ചോൻ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കുമ്പോ, ശരി ഞാനായിട്ട് എന്തായാലും നിന്നെ അവനിപ്പോ കാട്ടിക്കൊടുക്കുന്നില്ല, നീ എന്റെ അസിസ്റ്റന്റ് അല്ലേ, ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ ചായുത്തും കൂടെ ഉണ്ടായിരുന്ന റിന്നും അവിടെ നിന്ന് പോയി കഴിയുമ്പോ അത് പിന്നെ റിന്നും ചായുത്തും ഉള്ളപ്പോ ഞാൻ മുന്നിൽ ചെന്ന് പെട്ടാ വെറുതെ എന്റെ പേരും പറഞ്ഞ് അവർക്കിടയിൽ പ്രശ്നമുണ്ടാന്ന് കരുതി. അത്രേ ഉള്ളൂന്നെല്ലാം അവൾ പെട്ടെന്നൊന്ന് പറഞ്ഞു ഒപ്പിക്കുമ്പോ അതല്ല സത്യമെന്ന് കാസയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവനെന്തായാലും ശരി വിശ്വസിച്ചു എന്ന മട്ടിൽ ചുമ്മാ അത് കേട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് മോന്റെ സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി ചോൻ ചെല്ലുമ്പോഴേക്കും കാസയും കൂടെ പോകുന്നുണ്ട്. ആക്ച്വലി ആ പ്രോഗ്രാമില് ഗസ്റ്റായി വന്നിരുന്ന സെലിബ്രിറ്റി കച്ചയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് കച്ച ചോൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന കാര്യം അറിയുന്നത്. അവനാകട്ടെ മാരീഡ് ആയിരുന്നോ, കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാസ അതിൽ ഇടപെടുന്നുണ്ട്. എന്തായാലും അങ്ങനെ കാസയോട് തനിയെ സംസാരിക്കുന്ന കച്ച, സത്യം പറ നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലേ? നീയും റിന്നും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ നീ ആരെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പെണ്ണ് നിന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടില്ല. പക്ഷെ ഇത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നല്ലോ, എന്താ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോ അത് സമ്മതിച്ചു കൊടുക്കാതെ കാസ നിൽക്കുമ്പോ, ആണോ അപ്പൊ നിനക്ക് ആ പെണ്ണ് ആരും അല്ലെങ്കിൽ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാം, ചായത്തിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ചോനെ പ്രപ്പോസ് ചെയ്യട്ടെ എന്നൊക്കെ കച്ച ചുമ്മാ ഒരു നമ്പർ ഇറക്കുന്നുണ്ടെങ്കിലും കാസ അതൊന്നും കേട്ട് ഒന്നും പറയുന്നേ ഇല്ല. എങ്കിലും കച്ചയ്ക്ക് കാസയുടെ മനസ്സിൽ ചോനുണ്ട് എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇവരാണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെ ഒന്നിപ്പിക്കണം, കാസയുടെ ആഗ്രഹം നടക്കണം എന്നതാണ് കച്ചയുടെ മനസ്സിൽ ഇപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെ പിന്നീട് ഇവരുടെ കമ്പനിയുടെ ഒരു ആഡ് ഷൂട്ട് നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാനായി റിന്നിന്റെ ഒരു ഫ്രണ്ടായ ആക്ട്രസ് എത്തിയിട്ടുണ്ട്. ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന തിരക്കില് ചോനിന് കുഞ്ഞിനെ പോയി പിക്ക് ചെയ്യാനായി പറ്റുന്നില്ല. അവൾ എന്തായാലും അച്ഛനെ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം സ്കൂളിൽ പോയി ചോന്റെ മകനെ വിളിക്കും മുന്നേ ആക്ച്വലി റിന്നിന്റെ ഫ്രണ്ടായ ചോന്റെ ആ കൊളീഗ് പോയി കുഞ്ഞിനെ പിക്ക് ചെയ്തതേ ഇവിടെ മനഃപൂർവ്വം ചോനുള്ള സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും റിന്നിന്റെ ഫ്രണ്ടായ ആക്ട്രസ് റിൻ നിർദ്ദേശിച്ചത് പ്രകാരം തന്നെ പ്രത്യേകം അവിടെ ചോനിട്ട് ഓരോ പണി കൊടുക്കുന്നുണ്ട്. അവളെ കൊണ്ട് അസിസ്റ്റന്റ് ആക്കി നിർത്തി ചെരുപ്പിടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും
കാര്യങ്ങളും. അതിനിടയിൽ ഓരോ തെറ്റുകൾ പറഞ്ഞ് അവളെ ശകാരിക്കും, പിന്നെ ലാസ്റ്റ് കയ്യേറ്റം ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് കുഞ്ഞ് അവിടെ എത്തുന്നത്. കുഞ്ഞിത് കണ്ടപാടെ എന്റെ അമ്മ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് നേരെ ചോന്റെ അടുത്തേക്ക് ഓടുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കാസ അവന്റെ അമ്മയുമായി എത്തുന്നുണ്ട്. ഈ ഒരു ടൈം ചോനിന്റെ കുഞ്ഞാണിത് എന്നത് എല്ലാവരും അറിയുന്നുണ്ട്. ചോനാകട്ടെ കുഞ്ഞിനെ അമ്മയ്ക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴേക്കും ആക്ട്രസ് ഈ ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കാസ അതിൽ ഇടപെടുന്നു. അപ്പോഴേക്കും എന്റെ മകന്റെ ഗേൾ ഫ്രണ്ട് എന്നല്ലേ ഇവളെ ഇവൻ എനിക്ക് പരിചയപ്പെടുത്തിയത്, എന്നിട്ട് ഇവക്ക് കൊച്ചുണ്ടോന്ന് കാസയുടെ അമ്മയ്ക്ക് നെഞ്ചിടിപ്പാവുന്നു. ആക്ട്രസ് വീണ്ടും കാസ പറഞ്ഞതൊന്നും കാര്യമാക്കാതെ ചോനോട് പ്രശ്നം ഉണ്ടാക്കാനേ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ചായത്ത് അതിൽ ഇടപെടുന്നുണ്ട്. ഈ ടീം അവിടെ വിഷമിച്ചിരിക്കുന്ന കുഞ്ഞിനെ ചായത്ത് സമാധാനിപ്പിക്കുമ്പോൾ ഓൾറെഡി ഒരിക്കൽ ഈ കുഞ്ഞിനെ ചായത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഞ്ഞിന്റെ ചായത്തിനെ കണ്ടപ്പോഴേ മനസ്സിലാവുന്നുണ്ട്. കുഞ്ഞും ചായത്തും സംസാരിക്കുമ്പോൾ ചോൻ ആകെ ഷോക്കാവുന്നു. കാരണം ഇവർ ആദ്യമായി കണ്ടതായിട്ടല്ല ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവർ മുന്നേ കണ്ടിട്ടുണ്ട് മിണ്ടിയിട്ടുണ്ട് എന്നത് ഈ നിമിഷം വരെ ചോൻ അറിയില്ലായിരുന്നു. അവളാകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞിനെ ഓൾറെഡി പിക്ക് ചെയ്ത് ചോന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞ് അങ്ങോട്ടേക്ക് കുഞ്ഞിനെ വിളിക്കാനായി ചോന്റെ അച്ഛൻ എത്തുന്നുണ്ട്. തുടർന്ന് ചായത്ത് ചോന്റെ അച്ഛനെ അവന് മുന്നേ കണ്ട് സംസാരിച്ച ഒരു പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കുഞ്ഞിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നാലും അതിനുശേഷം അവിടെ നിന്ന് ചോൻ പോകുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന തോണാകട്ടെ ചോനെ അവിടെ കാണുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ദിവസം അവളുടെ അനിയത്തിയമ്മയെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നതിന് അവൾ ചോദ്യം ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളെ കാണുമ്പോൾ ഇവിടെ നടന്ന പ്രശ്നങ്ങൾ അറിയുന്ന അയാൾ വളരെ മോശമായി അയാളോട് സംസാരിക്കുന്നുണ്ട്. ഓ, നിനക്ക് കൊച്ചൊക്കെ ഉണ്ടല്ലേ, എന്നിട്ടാണോ കാസയെ സ്വന്താക്കാൻ നോക്കുന്നത്? ഈ കമ്പനി ഇപ്പൊ അവന്റേതാണെന്ന് വിചാരിച്ച് അവന്റെ പുറകെ നടക്കുന്നതാണെങ്കിൽ വെറുതെയാ. കമ്പനി തിരിച്ച് എന്റെ തന്നെ എത്തും. നീ കമ്പനി നിനക്ക് വേണമെങ്കിൽ എന്റെ ഒരു സെറ്റപ്പ് ആയിട്ട് കൂടെ ഇരുന്നോ, എന്തെങ്കിലും ഒരു ഷെയർ തരാന്ന് മറ്റുള്ള വളരെ മോശമായി അവളോട് സംസാരിക്കുകയും കയ്യിൽ കയറി പിടിക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ചായ ചേട്ടനെ എന്തേ കാണിക്കുന്നതെന്ന് ദേഷ്യപ്പെടുമ്പോഴേക്കും അവിടെ നിന്ന് അയാൾ പോകുന്നുണ്ട്. തുടർന്ന് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ചോനോട് ചേട്ടൻ ചെയ്തതിന് അവൻ സോറി പറയുന്നു. കൂടാതെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ചായത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ചോനത് മൈൻഡ് ചെയ്യാതെ പോകാനേ ഒരുങ്ങുമ്പോഴേക്കും ചായത്ത് വിടുന്നില്ല. എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് നിന്നെ കണ്ടപ്പോ തൊട്ട് എവിടെ നിന്നെ കണ്ടു മറന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. മനസ്സിൽ എന്തോ വല്ലാത്തൊരു അടുപ്പ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടി വരിക. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി റിന്നുമായിട്ടുള്ള എന്റെ വിവാഹം ഈ ബിസിനസ് ഫാമിലി എന്ന രീതിക്ക് വീട്ടുകാര് തലയെ കെട്ടിവെച്ചതെന്ന് എന്റെ മനസ്സിൽ അവളല്ല നീയാണെന്നും പറഞ്ഞ് ചായത്ത് സംസാരിക്കുമ്പോൾ അകത്താകട്ടെ കാസയോട് ചോനിന് ഇതുപോലെ ഒരു കുഞ്ഞുള്ള കാര്യം അറിഞ്ഞിട്ടാണോ നീ അവളെ ഗേൾ ഫ്രണ്ട് ആക്കിയെന്നെല്ലാം റിൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്കെല്ലാം അറിയാം, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് അവൾ എന്റെ ലൈഫിൽ കൂടെ കൂട്ടിയതെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓഫീസിൽ അകത്തേക്ക് എത്തുന്ന തോൺ, നീ ഇവിടെ ഇവനോട് സംസാരിച്ചോണ്ട് നിന്നോ? നിന്റെ എക്സിനോട് നീ സംസാരിക്കുമ്പോഴേക്കും നിന്റെ പ്രസന്റിനെ മറ്റവള് കൊണ്ടുവന്ന മറ്റുണ്ടെന്നും പറഞ്ഞ് ചായത്തിന്റെയും ചോന്റെയും കാര്യം സൂചിപ്പിക്കുമ്പോൾ കേട്ടപാടെ റിന്റെ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോന്നു. ചെല്ലുമ്പോ അവൾ കാണുന്ന കാഴ്ച ചോനെ ചേർത്ത് നിർത്തി അവളെ ഇഷ്ടമാണെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചായത്തിനാണ്. അവൾക്ക് ഇടുത്തി വെട്ടിയതുപോലെ ആവുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രപ്പോസലൊക്കെ ചെയ്ത് ഇവർ ഒന്നിച്ചതാണല്ലോ. ഓ, അപ്പോ എന്നോട് ഒരു താല്പര്യവും ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലല്ലേ, വെറുതെ വീട്ടുകാർ പറഞ്ഞിട്ട് എന്നെ പ്രപ്പോസ് ചെയ്താണ് അല്ലേന്നെല്ലാം റിൻ ദേഷ്യപ്പെടുമ്പോ ആക്ച്വലി അവളും ആ രീതിക്കാണല്ലോ അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത്. ഫാമിലി എന്നുള്ള പ്രഷറും ഉണ്ട്, അത് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾ കാര്യങ്ങൾ അറിഞ്ഞതിൽ യാതൊരുവിധ സങ്കടവും ഇല്ലാതെ അവൻ അതെ അതുകൊണ്ട് തന്നെയാണെന്ന് അവളോട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം അവൻ അപ്പോഴേക്കും ചോനെ ലൈഫിലേക്ക് കൂടെ കൂട്ടാനായി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്തായാലും ആ ഒരു ധൈര്യത്തിൽ അവനത് അവളോട് പറയുമ്പോഴേക്കും അവൻ ഇട്ടുകൊടുത്ത എൻഗേജ്മെന്റ് റിംഗ് ഒക്കെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഇത് വലിയ പ്രശ്നമായി മാറുന്നു. കാരണം ഇവരുടെ മാരേജ് ഭയങ്കര സംഭവമായിട്ട് നടത്താനിരുന്നതായിരുന്നല്ലോ. ഇപ്പൊ ഫാമിലീസിനും അത് പ്രശ്നമാണ്, ഒപ്പം തന്നെ കാസയുടെ കമ്പനിക്കും അത് വലിയൊരു പ്രശ്നമായിരിക്കുന്നു. ഈ കാര്യം അറിഞ്ഞ് കാസയുടെയും ചായത്തിന്റെ അച്ഛൻ ഒരു പെണ്ണ് കാരണം ചായത്തിന്റെയും റിന്നിന്റെയും കല്യാണം മുടങ്ങി എന്ന കാര്യം ഭയങ്കര പ്രശ്നമാക്കുന്നുണ്ട്. ആരവള് നമ്മുടെ കമ്പനി ജോലി ചെയ്ത് ഫാമിലിക്കും തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നവളെ ഇനി ആ കമ്പനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും ചായത്ത് അതിൽ ഇടപെടുന്നുണ്ട്. എനിക്ക് റിന്നിനെ ഇഷ്ടമല്ല, എനിക്ക് ആ ചോനെയാണ് ഇഷ്ടം, അവളെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുമ്പോഴേക്കും അവന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടാവുന്നില്ലെങ്കിൽ അവനെ അത് പറയുന്നതിൽ നിന്ന് തടയാനേ അവർക്ക് സാധിക്കുന്നില്ല. എന്തായാലും അത് കേൾക്കുന്ന അച്ഛൻ കാസയോട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ജോലി നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ നീ വിവരം അറിയും, ഞാൻ ഇതുപോലെ ആയിരിക്കില്ല സംസാരിക്കാന്ന് പറഞ്ഞ് അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. കൂടാതെ ചായത്തിനോട് ഒരിക്കലും ഈ കല്യാണം താൻ സമ്മതിക്കില്ലെന്നും ബിസിനസ് കാര്യങ്ങൾക്ക് റിന്നിനെ തന്നെ ചായത്ത് കല്യാണം കഴിച്ചേ പറ്റുള്ളെന്നും ഇതുപോലൊരു പാവപ്പെട്ട പെണ്ണെന്നും ഈ ഫാമിലിയിൽ കയറി വന്നാൽ അത് ശരിയാവില്ല എന്നും ചോനെ പുച്ഛിച്ച് അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുന്ന കാസ പക്ഷെ അച്ഛൻ പറഞ്ഞ കണക്ക് ചോനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നില്ല. അവൾക്ക് ഈ ഒരു ജോലിയും ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ വളരെ അത്യാവശ്യമാണെന്ന് അവൾ ഫോണിലൂടെ ചില കടക്കാരോടൊക്കെ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കുന്ന അവന് പെട്ടെന്ന് അവളെ അങ്ങനെ ജോലി എന്ന് പറഞ്ഞു വിടാനേ തോന്നില്ല. പ്രത്യേകിച്ച് അവൾ ഒരു തെറ്റും ചെയ്തിട്ടും ഇല്ലല്ലോ. അവളുടെ കാര്യം പറഞ്ഞ് റിന്നും ചായത്തുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനായിട്ട് അവൾക്ക് ഒരു ചെക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു എമൗണ്ടും ഉണ്ടായിരുന്നു. ഇത് എന്തിനാണെന്ന് ഇപ്പോ അവൾ ചോദിക്കുന്നത് നീ എന്റെ ഗേൾ ഫ്രണ്ടായി അഭിനയിക്കുന്നതിനുള്ള ചെറിയൊരു റെമ്യൂണറേഷൻ അങ്ങനെ കണ്ടാൽ മതി എന്ന് അവൻ പറയുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. അവൾക്ക് ഇതുവരെ തന്റെ ജോലിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും അപ്പോഴേക്കും റിന്നിന്റെ വീട്ടിൽ ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ മാരേജ് നടന്നേ പറ്റൂന്ന് അച്ഛൻ റിന്നിനോട് തർക്കിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അവളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ അപ്പോഴേക്കും ചായത്ത് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് അവളോട് തനിയെ സംസാരിക്കാനായി അവൻ ആവശ്യപ്പെടുമ്പോൾ റിന്നിനെ നിർബന്ധിച്ച് അച്ഛൻ പറഞ്ഞു വിടുന്നുണ്ട്. അവനിപ്പോ അവൾ ഊരി എറിഞ്ഞ റിങ് തിരിച്ചു കൊടുത്ത് അവളോട് സംസാരിക്കുകയാണ്. അവളത് വാങ്ങാൻ തയ്യാറാവാൻ നിൽക്കുമ്പോൾ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും മനസ്സുകൊണ്ട് വലിയ താല്പര്യമില്ലെന്ന് നമുക്കറിയാലോ, പക്ഷെ നമ്മുടെ ഫാമിലി നമ്മൾ ഒന്നിക്കാതെ ഇരുന്ന അത് അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്
കാര്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മെ ഒന്നിപ്പിക്കാനായി നോക്കുമ്പോൾ ശരി അങ്ങനെ പോട്ടെ, അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ബിസിനസ്സിൽ നടന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഇവർക്കൊന്നും അതിൽ പറയാനും കഴിയില്ല. അതുവരെ നമ്മൾ ഒന്നിക്കുക തന്നെ വേണം, അതാണ് നമ്മുടെ രണ്ട് ഫാമിലിക്ക് നല്ലതെന്നെല്ലാം ചായത്ത് പറയുമ്പോൾ ഇപ്പൊ ഈ കല്യാണത്തിന് പിന്മാറിയ അച്ഛൻ തന്നെ അംഗീകരിച്ച് താൻ ആഗ്രഹിക്കുന്ന രീതിക്ക് ഒരു ജീവിതത്തിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ള റിന്നും അപ്പൊ അതിനെ സമ്മതിക്കുന്നുണ്ട്. കാരണം റിന്നിന് കാസയോടാണ് താല്പര്യം. കാസയുടെയും റിന്നിന്റെയും ഇടയിൽ ഇപ്പൊ കാസ ചോനെ സ്നേഹിക്കുന്ന കണക്ക് തോന്നുന്നു, അല്ലെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അവളെ സംബോധന ചെയ്യുന്നതൊക്കെ ഒരു കല്ലുകടിയായി റിന്നിന് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചായത്ത് ഈ പറഞ്ഞ കണക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി നാളെ ഇവർ സെപ്പറേറ്റ് ആയാൽ ചായത്ത് തീർച്ചയായും ചോനെ കല്യാണം കഴിക്കുമെന്നും അതോടുകൂടി തന്റെയും കാസയുടെ ഇടയിൽ ചോൻ എന്നൊരു പ്രശ്നം ഇല്ലാണ്ടാവുമെന്നും കൂടി കണക്ക് കൂട്ടി റിൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓഫീസിൽ വീണ്ടും ചോനിന് ഓരോ പ്രശ്നങ്ങളാവുന്നുണ്ട്. റിന്നിന്റെ ഫ്രണ്ടൊക്കെ ചോനെ ചുമ്മാ ബുള്ളി ചെയ്യുകയും അവളുടെ തലവഴി ചപ്പ് കോരി ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ അതിലൊന്നും ഭയങ്കരമായി പ്രതികരിച്ച് അല്ലെങ്കിൽ ഇത് കാസയൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നമാവേണ്ട എന്ന രീതിയിൽ അതൊക്കെ തനിയെ സോൾവ് ചെയ്യാനായി നോക്കുന്നു. എന്തായാലും ഇപ്പോൾ ഡ്രസ്സും ദേഹവും ഒക്കെ അഴുക്കായി അവളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വേഗം അടുത്തുള്ള സ്റ്റോർ റൂമിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവളവിടെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവളവിടെ ഉണ്ട് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനെന്ന കാര്യം അറിയാതെ അങ്ങോട്ടേക്ക് കാസ എത്തുമ്പോൾ രണ്ടുപേർക്കും വളരെ ഓക്വേർഡ് ആയ ഒരു നിമിഷമായിരുന്നു അവിടെ ഉണ്ടാവുന്നത്. അവൻ പെട്ടെന്ന് അവൾ ഒച്ചയിടുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും റൂമിൽ നിന്ന് പുറത്തു പോകാത്തതിന്റെ പേരിൽ അവളാകട്ടെ കൈ കിട്ടിയ സാധനമൊക്കെ എടുത്ത് എറിഞ്ഞ് അവനെ റൂമിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ ആ ഒരു ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുവച്ച ഏതോ ഡ്രസ്സാണ് അവളിപ്പോ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം വേറൊന്നും അവളുടെ ഉണ്ടായിരുന്നില്ല. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് എത്തുമ്പോഴേക്കും സത്യത്തിൽ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു അവളെ കാണാനായി. സാധാരണ ഓഫീസ് അറ്റയറിൽ കാണുന്നതിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതൽ ഹോട്ടായിട്ടുണ്ട്. അത് കണ്ടവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എന്തോ ഒരു കാരണം കൊണ്ട് ചോന്റെ അനിയത്തി മേ റിന്നിനെ അവളുടെ ഒരു സുഹൃത്തിന്റെ കൂടെ ചേർന്ന് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ചോൻ കാണുകയും അതുകൊണ്ട് മാത്രം റിൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിന് പിന്നിൽ അവളുടെ അനിയത്തി ഉണ്ടെന്ന് ഇപ്പൊ അവിടെ നിന്ന് അവൾ പിടിക്കുന്ന ആ ഒരു പയ്യനിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവനെ പോലീസ് കസ്റ്റഡിയിൽ വിടാതെ അവൾക്ക് അവളുടെ അനിയത്തിയെ രക്ഷപ്പെടുത്താനായി അതിന് കണ്ണടക്കേണ്ടി വരുന്നു. പക്ഷെ ഇതറിയുന്ന റിൻ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് ചോനാണ്. ഒന്നെങ്കിൽ കാസയോ അല്ലെങ്കിൽ ചായത്തിനോ ഇവരിൽ ആരെയോ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇവളിപ്പോ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതെന്നാണ് ആ കാര്യങ്ങളെ പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.